വെൽക്കം ബാക്ക്. ഇന്ന് നാട്ടിലെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അൽഹംദുലില്ലാ ഞങ്ങളെ നാട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു സന്തോഷമാണ് നാട്ടിലൊക്കെ വരുന്ന സമയത്ത്. ഇപ്പോൾ ഇവിടെ നല്ല മഴയും നല്ലൊരു വെതറൊക്കെയാണല്ലോ, എല്ലാം ആസ്വദിക്കാൻ പറ്റിയൊരു സമയമാണ് അൽഹംദുലില്ലാ. അപ്പോൾ രാവിലെ തന്നെ ഒരു കട്ടൻ കാപ്പിയും ബ്രെഡൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ എൻ്റെ പണികളൊക്കെ തുടങ്ങാൻ പോവുകയാണ്. നമുക്കൊരു എനർജി കിട്ടിയാലല്ലേ പണികൾക്കൊക്കെ ഒരു ഉഷാറ് കിട്ടുള്ളൂ. അപ്പോൾ രാവിലെ തന്നെ ഒരു കട്ടൻ കാപ്പിയൊക്കെ കുടിച്ചതിന് ശേഷം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാൻ പോവുകയാണ്. ഇന്ന് ഞങ്ങൾക്ക് അപ്പവും കടലക്കറിയാണ്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു കടലക്കറിയാണ് കേട്ടോ ഇത്. വെള്ളപ്പത്തിൻ്റെ കൂടെയും പൂരിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റുള്ള എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കടലക്കറിയാണ്. അതിന് ഞാനൊരു 3/4 കപ്പൊക്കെ ഏകദേശം എടുത്തിട്ടുള്ളൂ കേട്ടോ, കൃത്യ കണക്കൊന്നും നോക്കിയിട്ടില്ല. ഇത് വെള്ളക്കടലയാണ്. ഇതിലേക്ക് ഒരു മീഡിയം വലിപ്പത്തിലുള്ള വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ ഒരു തക്കാളി, അത് മീഡിയം സൈസിലാണ് എടുത്തിട്ടുള്ളത്. 3-4 പച്ചമുളക് എരിവിനാവശ്യമുള്ളത്. അതുപോലെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി. ഇത് സാധാരണ മുളക് പൊടിയാണ്, കാശ്മീരി അല്ല. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മളിത് അടുപ്പിൽ വെക്കുകയാണ്. ഇതിന് ഏകദേശം എനിക്ക് വേകാൻ സമയമെടുത്തത് 7 വിസിലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ചിലർക്ക് പെട്ടെന്ന് 4 വിസിലൊക്കെ വേവെന്ന് പറയും, പക്ഷേ എനിക്ക് 7 വിസിലായിട്ടുണ്ട്. അപ്പോൾ ആ സമയം ഇതാണ് വെള്ളപ്പത്തിൻ്റെ മാവ്. വെള്ളപ്പത്തിൻ്റെ മാവ് നമ്മൾ നേരത്തെ 1 മണിക്കൂർ മുന്നേ ഇങ്ങനെ ഇളക്കി വെച്ചിട്ട് കുറച്ച് സമയത്തിന് ശേഷം 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഒന്ന് ചുട്ടെടുക്കുകയാണെങ്കിൽ നല്ല സൂപ്പറായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ ചുടുന്നതിന് മുന്നേ ഒരു 1/2 കപ്പൊക്കെ കട്ടിയുള്ള തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിക്കുകയാണെങ്കിൽ അതും നല്ല ടേസ്റ്റിൽ കിട്ടും. ഞാൻ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ആ സമയത്ത് കടലയൊക്കെ ഒന്ന് വെന്തോ നോക്കുകയാണ്. അപ്പോൾ ഈ ഒരു പരുവത്തിലൊക്കെ വെന്ത് കിട്ടിയാൽ മതി. വല്ലാതെ കടല അളിഞ്ഞു പോയാൽ കഴിക്കാനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഇനി ഇതിന്ന് ഒരു 2 കയ്യിലെടുത്തിട്ടൊന്ന് അരച്ചെടുക്കുകയാണ്. രാവിലെ ഇങ്ങനെ എളുപ്പത്തിലുള്ള സിമ്പിളായിട്ടുള്ള കറികളൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അതുപോലെ നമ്മൾക്ക് വയറിനും ഈ സ്പൈസി ഫുഡൊന്നും കഴിച്ച് രാവിലെ തന്നെ വയറ് കേടാവുന്ന വിഷയമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാനെപ്പോഴും രാവിലെ ഇങ്ങനത്തെ സിമ്പിളായിട്ടുള്ള കടലക്കറി, ചെറുപയർ കറി, ഗ്രീൻ പീസ് കറി ഇങ്ങനത്തെയൊക്കെ അധികം ഉണ്ടാക്കാറ്. ഇനി ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത് കുറച്ച് ലൂസായിട്ടാണ് ഉണ്ടാവുക, പക്ഷേ കുറച്ച് സമയം കഴിയുമ്പോൾ ഇത് നന്നായിട്ട് കട്ടിയായി വരും. അപ്പോൾ ഈ ഒരു പരുവത്തിൽ തന്നെ മതി കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 3/4 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ അധികം പാക്കറ്റ് വാങ്ങിയിട്ട് കലക്കുകയാണ് ചെയ്യുന്നത്. എളുപ്പത്തിൽ പണി കഴിയുമല്ലോ, രാവിലെ എപ്പോഴും നമ്മൾ തിരക്കായിരിക്കും. അപ്പോൾ ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ നല്ല ഫ്രീ ആണ്. അപ്പോൾ സാധാരണ അവിടെ നിന്നൊക്കെ ഇനി ഇതിലേക്കൊന്ന് കറിവേപ്പിലയിട്ട് കടുകിട്ട് താളിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മളുടെ അടിപൊളിയായിട്ടുള്ള കടലക്കറി എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കേട്ടോ. നിങ്ങളൊരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കിയാൽ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അപ്പോൾ ഇനി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ മോന് വന്നിട്ടുണ്ട്, അവനക്ക് കൊടുക്കുകയാണ്. അപ്പോൾ അവനക്ക് ക്ലാസ് ഉള്ളത് കൊണ്ട് ഓൺലൈൻ ക്ലാസ്സൊക്കെ ഉണ്ട്, അതുകൊണ്ട് അവൻ നേരത്തെ തന്നെ വരും ഭക്ഷണം കഴിക്കാൻ. ബാക്കിയുള്ളവരൊക്കെ കുറേ ഡിലേ ആയിട്ടാണ് വരിക കേട്ടോ. ബാക്കി ഞാൻ എൻ്റെ ക്ലീനിങ്ങൊക്കെ തീർക്കുകയാണ്. അപ്പോൾ നമ്മൾ ആ സമയം തന്നെ കറിയൊക്കെ ഒന്നൊരു പാത്രത്തിലേക്ക് മാറ്റി ബാക്കി എല്ലാം ഒന്ന് കിച്ചൺ വൃത്തിയാക്കി വെച്ചാൽ നമുക്ക് കാണുമ്പം തന്നെ വല്ലാത്തൊരു സന്തോഷമാണ്. അതുപോലെ തന്നെ പെട്ടെന്നൊക്കെ ഒരു ഗസ്റ്റ് വരികയാണെങ്കിലൊക്കെ നമുക്കൊരു സമാധാനവും സന്തോഷവും ഒക്കെ കിട്ടുമല്ലോ. അപ്പോൾ ഇങ്ങനെ വാരി വലിച്ചിട്ട് കാണുമ്പം തന്നെ നമുക്ക് ആകെ ഒരു അസ്വസ്ഥതയല്ലേ. അപ്പോൾ അങ്ങനെ ഇവിടെയൊക്കെ വന്ന് അതിനൊന്നും കുറേ സമയമൊന്നും ആവശ്യമില്ല. നമ്മൾ എന്നും ഡെയിലി ചെയ്യുമ്പം ഒക്കെ ഈസിയായി പോവുകയും ചെയ്യും. അപ്പോൾ ഈ നാട്ടിൽ വരുന്ന സമയത്ത് നമ്മുടെ പല വെള്ള ഡ്രസ്സും ഒന്ന് ഡിമ്മായി പോയിണ്ടാവും കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഞാൻ കുറച്ച് വാനിഷും അതുപോലെ തന്നെ കുറച്ച് സോപ്പ് പൗഡറും കൂടി മിക്സ് ചെയ്തിട്ട് അതിലിട്ടിട്ടൊന്ന് സോക്ക് ചെയ്ത് വെച്ചിട്ട് വാഷ് ചെയ്തെടുക്കലാണ്. അപ്പോൾ കുറച്ച് നല്ല മാറ്റം ഉണ്ടാവും. നമ്മൾ വാനിഷ് ഒക്കെ ഉപയോഗിക്കുമ്പം ഒരുപാട് വാരി വലിച്ച് ഇടരുത്. വീട്ടമ്മമാർ നമ്മൾ തന്നെയാണ് നമ്മളുടെ വീട്ടിലെ ഫൈനാൻഷ്യൽ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്ത് പോവാൻ ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ ഒരു കൺട്രോളിൽ പോകാൻ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മൾ വീഡിയോയിൽ കാണുന്ന എല്ലാ സാധനങ്ങളും വാങ്ങി വാരി വലിച്ച് ഉപയോഗിച്ച് നമുക്ക് തന്നെ ഒരു ഫൈനാൻഷ്യൽ കൺട്രോളൊന്നും ഇല്ലെങ്കിൽ വീട്ടിലെ സാമ്പത്തിക അവസ്ഥയും കുടുംബത്തിൻ്റെ സാമ്പത്തിക അവസ്ഥയൊക്കെ നമ്മൾ ഒരു തകിടം മറിഞ്ഞു പോകും.
നമ്മൾ കാര്യങ്ങളൊക്കെ ഒരു വെൽ പ്ലാനോട് കൂടി മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തെടുക്കാനും പറ്റും. അതുപോലെ തന്നെ ഒരു സമാധാന അന്തരീക്ഷം വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ഈ സമയം ഞാനൊന്നൊരു പോസിലിട്ട് വെച്ചിരിക്കുകയാണ്, കുറച്ച് സമയം അത് സോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഫ്രണ്ടിൽ തന്നെ ചെരുപ്പുകൾ വാരി വലിച്ചിടാതിരിക്കുക. ഞാനൊരു ബുക്ക് വായിക്കുകയുണ്ടായി, സെൻ ആർട്ട് ഓഫ് സിമ്പിൾ ലിവിങ്. അപ്പോൾ ആ ബുക്കിൽ 100 കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിലൊരു കാര്യമായിരുന്നു ലൈൻ അപ്പ് യുവർ ഷൂസ്. അതെനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മളൊരു വീട്ടിലേക്ക് കയറി വരുമ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇങ്ങനെ ചെരുപ്പുകളൊക്കെ വാരി വലിച്ചിടുമ്പോൾ ആ വീട്ടിലെ ആൾക്കാർ ഭയങ്കര റഷായിട്ടാണ് ഉണ്ടാവുക എന്ന രീതിയിലൊക്കെയാണ് കേട്ടോ അവരുടെ മാനസികാവസ്ഥയെ കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് സമയം എടുത്തിട്ട് 1-2 സെക്കൻഡ് എടുത്തിട്ട് അതൊന്ന് ലൈനപ്പ് ചെയ്ത് പോവുക. അപ്പോൾ അതിൽ മറ്റു കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടാണ് കൂടിയാണ് ആ ഒരു കാര്യം പറയുന്നത്. ലൈഫ് ഒന്ന് സിമ്പിൾ ആവണമെങ്കിൽ നമ്മൾ കുറച്ച് കാമായിട്ടൊക്കെ ലിവ് ചെയ്യണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ് അത്തരം കാര്യങ്ങളൊക്കെ പറയുന്നത്. ഏതായാലും അതിന് നമ്മൾ നല്ലൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ലിവിങ് റൂമിൽ കയറി വരുന്ന എൻട്രൻസ് ആണ്, അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിടുക. അതുപോലെ ടേബിളിൽ എപ്പോഴും എല്ലാ അച്ചാറിൻ്റെ കുപ്പികളും നമ്മുടെ രാവിലത്തെ സ്നാക്സും എല്ലാം വാരി വലിച്ചിടുക. അതുപോലെ ബുക്സ്, പെന്ന്, എന്താണോ വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും കയറ്റി വെക്കുന്ന ഒരു ഇടാക്കിയിട്ടാണ് പലപ്പോഴും നമ്മൾ ഡൈനിങ് ടേബിളിനെ കാണൽ. ആ ഒരു ഹാബിറ്റ് നമ്മൾ നിർബന്ധപൂർവ്വം മാറ്റിയെടുക്കുക. അതുപോലെ വാഷ് ബേസിൻ എപ്പോഴും ക്ലീനാക്കി വെക്കുക. അപ്പോൾ ഡെയിലി ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് 10-15 മിനിറ്റ് കൊണ്ടൊക്കെ ചെയ്തെടുക്കാൻ പറ്റാവുന്നതേ ഉള്ളൂ. ഇതൊക്കെ വലിയ കാര്യമായിട്ട് വിചാരിക്കുന്നവർക്ക് എല്ലാം വലിയ കാര്യമാണ്. ആസ്വദിച്ച് ചെയ്യുകയാണെങ്കിൽ നല്ല എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. വീട് വൃത്തിയാക്കൽ മസ്റ്റാണല്ലോ, അപ്പോൾ നമ്മളത് എൻജോയ് ചെയ്യാൻ പഠിക്കുക. അപ്പോൾ ഇത് 12:30 ആയി, വെള്ളിയാഴ്ചയാണ്. പള്ളിയിലേക്ക് എല്ലാവരും പോയി പെട്ടെന്നൊരു ബിരിയാണി ഉണ്ടാക്കുകയാണ്. നെയ്യും വെളിച്ചെണ്ണയൊക്കെ ഇട്ടിട്ട് അതിലേക്ക് ഉള്ളി വഴറ്റിയെടുക്കുകയാണ്. ആ സമയം ഞാൻ ചിക്കൻ ആദ്യം ചെറുനാരങ്ങയും ഉപ്പുമൊക്കെ ഇട്ടിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കുഴച്ച് കൊടുത്തു. ഇനി അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പെരിഞ്ജീരകം, കുരുമുളക് ഒക്കെ കുറേശ്ശെ കേട്ടോ, അതുപോലെ തൈര് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കുകയാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, അതും കൂടി ചേർത്തിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ച് വെക്കുകയാണ്. ഇനി ഇതിൻ്റെ ഉള്ളി ഒന്ന് നന്നായിട്ട് വാടിക്കിട്ടണം. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഒന്നായിട്ട് ഇടുകയാണ്. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, അതുപോലെ കുറച്ച് ചെറിയ ഉള്ളി, കുരുമുളക് പൊടിച്ചത്, വലിയ ജീരകം, തക്കാളി, അതുപോലെ ഗരം മസാല, ബിരിയാണി മസാല ഒക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളുടെ ഈ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചത് അതിലേക്ക് ഇടുകയാണ്. അപ്പോൾ കുരുമുളകൊക്കെ നല്ല മണികളായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. കാരണം ഞാൻ പെട്ടെന്ന് അരച്ചപ്പോൾ അതൊന്നും അരഞ്ഞ് കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഉള്ളിയുടെ കൂടെ മിക്സ് ചെയ്തതായിരുന്നു. അപ്പോൾ അതൊക്കെ അതിന് ശേഷം നമ്മളുടെ പുതിന, മല്ലിയില, ചെറുനാരങ്ങ, തൈര് എല്ലാം ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ്. ഞാൻ വിസിലൊന്നും ഇട്ടിട്ടില്ല, നന്നായിട്ട് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. എനിക്ക് ആ സമയം നെയ്ച്ചോറ് വെക്കാനുണ്ടായിരുന്നു. അപ്പോൾ നെയ്ച്ചോറിലേക്ക് ലാസ്റ്റ് ചെറുനാരങ്ങയൊക്കെ ഒന്ന് ഊറ്റിച്ച് കൊടുത്തിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഒരു 10 മിനിറ്റ് ആയപ്പോഴത്തേന് നെയ്ച്ചോറ് വെന്തോ. എന്നിട്ട് ഞാൻ ദമ്മിട്ടിട്ടോ മേലെ, എന്നിട്ട് മുകളിൽ ഉള്ളിയൊക്കെ ഫ്രൈ ചെയ്തത് ഇട്ട് കൊടുത്ത്, അതുപോലെ തന്നെ മല്ലിയില ഇട്ടിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് നേരിയ ഫ്ലെയിമിൽ ദം ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇത് നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു. നമ്മൾ പെട്ടെന്ന് ഉണ്ടാക്കിയതാണ് വിചാരിച്ചത്. ടേസ്റ്റിനൊന്നും ഒരു കുറവും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇനിയും നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.